രാവിലെ തന്നെ ആദിലയുടെ ഫോട്ടോ ഉള്ള ഒരു ബാഡ്ജൊക്കെ എടുത്ത് ബെഡിൽ വെച്ച് കണ്ണാടിയിൽ നോക്കി വളരെയധികം സങ്കടപ്പെട്ടിരുന്ന് സ്വയം സംസാരിക്കുകയാണ് നൂറ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല. ബേബി അങ്ങ് പോയപ്പോഴാണ് എനിക്ക് ബേബീനെ വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരൊന്നും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അതൊന്നും സഹിക്കാൻ പറ്റില്ല. അതിപ്പോൾ പേരെടുത്ത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. അനുമോളും ഷാനവാസും. ഞാൻ ഇന്നലെയൊക്കെ അത്രയും അതിലെ വിഷമിച്ച് നടന്നിട്ടും ഷാനവാസ് എൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. അതെനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എൻ്റെ കൂടെ ഇന്ന് നിന്നിട്ടുള്ളത് ബേബിയാണ്. ബേബി പോയപ്പോഴാണ് ഞാൻ ബേബിയുടെ വില മനസ്സിലാക്കുന്നത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഇമോഷണലായിട്ടാണ് നൂറ ഇരുന്ന് സംസാരിക്കുന്നത്. കുറേ അധികം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ട് നൂറ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും ഞാൻ തരണം ചെയ്യും. പക്ഷേ ഈ ബിഗ് ബോസിലേക്ക് വന്നത് അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതിയെങ്കിലും ഇത് അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല എന്നൊക്കെ നൂറ പറയുന്നു. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ടോപ്പ് 6 വരെ എത്താൻ നൂറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ ആദിലയുടെ ബാഡ്ജൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു എവിക്ഷൻ നടക്കുന്നതാണ്. ആരാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അത് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക.